നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ തഞ്ചാവൂർ ശിവക്ഷേത്രം കാണാൻ വേണ്ടി പോവാണ്. തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ. നമുക്ക് കാണാനായിട്ട് പോയാലോ? അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ചു വരുന്നത് നമ്മുടെ തഞ്ചാവൂർ റൂട്ടിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു സ്ഥലമായിരുന്നു തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോകേണ്ട ഒന്നാണ്. എൻ്റെ ഷോർട്ട് വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്ര അടിപൊളിയാണ് ഈ ക്ഷേത്രം എന്നുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ പെരിയ കോവിൽ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അതിന് മുമ്പ് നമ്മൾ പുറത്തുനിന്ന് കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഒരു 4 മണി ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 8:30 വരെയാണ് കേട്ടോ അവിടുത്തെ ടൈം. അപ്പോൾ നമ്മളിതാ അവിടെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. നമ്മുടെ ചപ്പൽസൊക്കെ ഇതാ അവിടെ കവറിലാക്കിയിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാനായിട്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജാതിക്കാർക്കും ഒരുപോലെ ചെല്ലാൻ പറ്റിയ ഒരു അമ്പലമാണ് കേട്ടോ. എവിടെ തിരിഞ്ഞാലും കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളാണ് കാണാനായിട്ടുള്ളത്. ബൈ ദ വേ നമുക്കിതാ ഉള്ളിലേക്ക് പോവാം കേട്ടോ. ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം 11-ാം നൂറ്റാണ്ടിലാണ്. അതായത് 1000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പറയാം. ഈ ക്ഷേത്രം നിർമ്മിച്ചത് ചോള രാജാവായ രാജരാജ ചോളനാണ്. നമ്മൾ കുറേ മൂവീസിലും കുറേ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു അടിപൊളി ക്ഷേത്രമാണ് കേട്ടോ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ തിരിഞ്ഞാലും പൂജകളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളുമാണ് നമുക്ക് കാണാൻ പറ്റുക. പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ക്ഷേത്രം തന്നെയാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രം. ഏകദേശം 1,30,000 ടൺ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത്. പിന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അക്കാലത്ത് ഇത്രയധികം കരിങ്കല്ല് എവിടെ നിന്ന് കൊണ്ടുവന്നെന്നുള്ളത് വലിയൊരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം കൂടിയാണ് ഇതിൻ്റെ കൂറ്റൻ ഗോപുരം. ഏകദേശം 216 അടി ഉയരമുണ്ട് ഈ ഗോപുരത്തിന്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഈ വലിയ ഗോപുരം. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ മുകളിൽ ഒരു 80 ടൺ ഭാരമുള്ള കരിങ്കൽ കൂറ്റനായിട്ടുള്ള ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ കല്ല് എങ്ങനെയാണ് മുകളിലേക്ക് അന്നത്തെ കാലത്ത് എത്തിച്ചതെന്നുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് കേട്ടോ. പിന്നെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ പ്രതിഷ്ഠ പരമശിവനാണെന്ന്. അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ശിവലിംഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചോള രാജാക്കന്മാരാണ് നമ്മൾ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ ശില്പകല എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ചുവർ ചിത്രങ്ങളും അതുപോലെ തന്നെ നടരാജ വിഗ്രഹം നൃത്തഭാവങ്ങളായിട്ടുള്ള പല പല രൂപങ്ങളൊക്കെ നമുക്ക് നല്ല രസത്തിൽ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 6:30 മുതൽ 8:30 വരെയാണ് വൈകുന്നേരം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി കാണേണ്ട ഒരു ക്ഷേത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പ്രത്യേകതകൾ ഒരു അടിപൊളി ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ ഈ തഞ്ചാവൂർ ശിവക്ഷേത്രം.